മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ജോലി എന്താണ്? ലെറ്റ്സ് അസസ് ഭാഗത്തുള്ള ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം സിമ്പിൾ ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, ഈ പറയുന്ന ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം. റൈറ്റ് ഡൗൺ ആൻ എക്സാമ്പിൾ ഓഫ് എ ലിവർ വെയർ ദ ലോഡ് ആം ആൻഡ് ദ എഫേർട്ട് ആം ആർ ഈക്വൽ. വാട്ട് ഈസ് ഇറ്റ്സ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? അപ്പോൾ എന്താണ്? ലോഡ് ആമോ എഫേർട്ട് ആമോ ഈക്വൽ ആകും. അപ്പോൾ നമുക്കറിയാം ലോഡ്, ഫൽക്രം, എഫേർട്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്നത് ഏതാണ്? ഫൽക്രം നടുക്ക് വരുന്ന കേസിലായിരിക്കുമല്ലോ. ഈ പറയുന്ന ഫൽക്രം മുതൽ എഫേർട്ട് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫേർട്ട് ആം എന്ന് വിളിക്കുന്നത്. ലോഡ് മുതൽ ഫൽക്രം വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോഡ് ആം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് തുല്യമായിട്ട് വരണമെങ്കിൽ ആദ്യം ഫൽക്രം നടുക്ക് വരണം. ഫൽക്രമാണ് നടുക്ക് വരുന്നതെങ്കിൽ അത് എന്തായിരിക്കും? അത് ഫസ്റ്റ് ഓർഡർ ലിവർ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ഓർഡർ ലിവറിൽ നമ്മുടെ ഈ പറയുന്ന സീസോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രോ ബാറിൻ്റെ നടുക്ക് നമ്മൾ പിവേർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളെ കോമൺ ബാലൻസ്, ഈ പറഞ്ഞ എല്ലായിടത്തും നമ്മുടെ ലോഡ് ആമോ എഫേർട്ട് ആമോ തുല്യമായിരിക്കും. ക്രോ ബാറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ എന്തായിരിക്കണം? ഈ പറയുന്ന ഫൽക്രം എന്ന് പറയുന്നത് നടുക്കാണെങ്കിൽ, അതായത് ഞാനൊരു ക്രോ ബാർ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്നു, നടുക്കായിട്ട് ഞാൻ ഫൽക്രം വെച്ച് കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? ഫസ്റ്റ് ഓർഡർ ലിവറിൽ ഈ പറയുന്ന കേസ് ആയിരിക്കും. ലോഡ് ആമോ എഫേർട്ട് ആമോ ഇവിടെ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ആ കേസിലൊക്കെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഒന്നുകിൽ ലോഡ് ബൈ എഫേർട്ട്, അല്ലെങ്കിൽ എന്താണത്? അത് എഫേർട്ട് ആം ബൈ ലോഡ് ആം ആണ്. അപ്പോൾ രണ്ടും തുല്യമായ വാല്യൂ വരുമ്പോഴത്തേക്കും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ആ പറഞ്ഞ കാര്യം സിമ്പിൾ ചോദ്യം അല്ലേ? അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം നോക്കാം. ഇൻ വിച്ച് ഓർഡർ ഓഫ് ദ ലിവർ ഈസ് ദ ലോഡ് ആം ലോങ്ങർ ദാൻ ദ എഫേർട്ട് ആം? അതായത് ലോഡ് ആം എഫേർട്ട് ആമിനേക്കാളും കൂടുതലായിട്ട് വരുന്ന കേസ് ഏതായിരിക്കും? അപ്പോൾ നമുക്കറിയാം നമ്മളൊരു സിസ്റ്റം എടുക്കുന്നു. ആ സിസ്റ്റം എടുക്കുന്ന സമയത്ത് എഫേർട്ട് നടുക്ക് വരുന്നു എന്ന് വിചാരിക്കുക, ഫൽക്രം ഒരു വശത്ത് വരുന്നു എന്ന് വിചാരിക്കുക, ലോഡ് മറ്റൊരു വശത്ത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം ലോഡ് മുതൽ ഫൽക്രം വരെയുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ലോഡ് ആം എന്ന് പറയുന്നത്. എഫേർട്ട് മുതൽ ഫൽക്രം വരെയുള്ള ദൂരത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫേർട്ട് ആം എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? ലോഡ് ആം എന്ന് പറയുന്നത് വലുത്. അതെ, ഇവിടുത്തെ കേസിൽ ലോഡ് ആം വലുതാണ്, എഫേർട്ട് ആം എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോൾ എഫേർട്ട് നടുക്ക് വരുന്ന കേസ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? അത് തേർഡ് ക്ലാസ് അല്ലെങ്കിൽ തേർഡ് ഓർഡർ ലിവറിലാണ് ഈ ഒരു കേസ് വരുന്നത്. റൈറ്റ് ഡൗൺ ആൻ എക്സാമ്പിൾ ആണ് ട്വീസേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം ഫോർസെപ്സ്. ഇവിടെയൊക്കെ എന്താണ്? നമ്മൾ ഈ പറയുന്ന കേസാണ് അല്ലെ, നടുക്കാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. പക്ഷെ ശ്രദ്ധിച്ചോളാം, സ്റ്റാപ്ലർ എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരിക്കലും ഇവിടെ ഉദാഹരണമായിട്ട് എഴുതല്ലേ. സ്റ്റാപ്ലർ സെക്കൻഡ് ഓർഡർ ആണ്. ശ്രദ്ധിച്ചു നോക്ക്, സ്റ്റാപ്ലറിൽ നമ്മൾ ഈ പറയുന്ന എൻഡിലാണ് എന്ത് കൊടുക്കുന്നത്? നമ്മളുടെ എഫേർട്ട് കൊടുക്കുന്നു, നടുക്കല്ല. നടുക്ക് ലോഡാണ് ഇരിക്കുന്നത്, മാറിപ്പോകരുത്. സ്റ്റാപ്ലേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ വരും, തേർഡ് ഓർഡർ വരത്തില്ല. ശ്രദ്ധിച്ചോളാം. ഓക്കെ, വാട്ട് മേ ബി ദ പോസിബിൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? അത് എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും അല്ലെ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? അത് എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം ആണ്. എഫേർട്ട് ആം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയും ലോഡ് എന്ന് പറയുന്ന വലിയ സംഖ്യയും ആകുമ്പോൾ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും ആകുമ്പോൾ ഉത്തരം 1നേക്കാളും ചെറുതായിരിക്കും. സോ ലെസ് ദാൻ 1 വരും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയേ. As shown in the figure, an object is suspended from one end of a meter scale. അപ്പോൾ ഒരു മീറ്ററിൻ്റെ ഒരു എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തേക്കുകയാണ്? ഒരു ഒബ്ജക്റ്റ് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടേക്കുകയാണ്. ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് നമുക്ക് അറിയില്ല, അതാണ് അവിടുത്തെ ലോഡ് എന്ന് പറയുന്നത്. പിന്നെ 400 gram വെയിറ്റ്, അതായത് 400 gram വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? സസ്പെൻഡഡ് ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ അതർ സൈഡ്. അപ്പോൾ ഇവിടെ നിന്നും ഇവിടെ വരെയാണ് അതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അല്ലേ, എന്തായിരിക്കും? ഇതൊരു മീറ്റർ സ്കെയിലാണ്. ഇത്രയും 50 ആണെങ്കിൽ ഇത്രയും 50 ആണ്. അപ്പോഴാണല്ലോ നമുക്ക് എന്താവുന്നത്? 1 മീറ്റർ ആവുന്നത്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? പറ്റണം. പറ്റിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് ആ പോയിന്റ് ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം. സസ്പെൻഡ് ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ അതർ സൈഡ്, ദ സ്കെയിൽ ഈസ് ബാലൻസ്ഡ്. വാട്ട് ഈസ് ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്? അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് എത്രയാണ് ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം, അതുപോലെ വെയിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം മാസും വെയിറ്റും അല്ലേ. ഒരേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ മാസും വെയിറ്റും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. അത് ലോജിക്ക് വെച്ച് തന്നെ നമുക്ക് പറയാം. എന്നാലും നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ട്. ഇതാണ് ലോഡ്. അപ്പോൾ ലോഡ് മുതൽ ഇതാണ് ഫൽക്രം, ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നു. അപ്പോൾ ലോഡ് മുതൽ ഫൽക്രം വരെയുള്ള ദൂരത്തിനാണല്ലോ നമ്മൾ എന്ത് വിളിക്കുന്നത്?
ലോഡ് ആം എന്ന് വിളിക്കുന്നത് അത് എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ്. ലോഡ് എത്രയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. എഫേർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? അത് 400 ഗ്രാം വെയിറ്റ് ആണ്. എന്ന് വെച്ചാൽ 400 ഗ്രാം മാസമുള്ളൊരു വസ്തുവിൻ്റെ വെയിറ്റ് എത്രയാണോ അതാണ് അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫേർട്ട് ആം എത്രയെന്ന് അറിഞ്ഞാലേ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ലോഡ് ഇൻറ്റു ലോഡ് ആം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആണ്. അവിടെ ലോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി 3 പേര് വേണം. അപ്പോൾ ലോഡ് എഫേർട്ട് ആം വേണം. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന സെൻറ്റൻസ് ശ്രദ്ധിക്കേണ്ടത്. ദ 400 ഗ്രാം വെയിറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ അതർ സൈഡ്. അതർ സൈഡ് ഇത് അതിൻ്റെ മിഡ് പോയിന്റ്. അപ്പോൾ എന്തായാലും ഇത് ഒരു മീറ്റർ സ്കെയിൽ ആകുമ്പോഴത്തേക്കും ഇത്ര 50 ആണെങ്കിൽ ഇത്ര 50, അതിൻ്റെ പകുതി 25. അപ്പോൾ നമ്മൾ എത്ര എടുക്കണം? 25 എന്ന് എടുക്കണം. അപ്പോൾ ലോഡ് ഇൻറ്റു ലോഡ് ആം ഇസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട്. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലോഡാണ്. അപ്പോൾ എന്തായിരിക്കും? എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ബൈ ലോഡ് ആം ആയിരിക്കും ഉത്തരം. അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് എഫേർട്ട് എത്രയാണ് ഇവിടെ? എഫേർട്ട് എന്ന് പറയുന്നത് 400 ഗ്രാം വെയിറ്റ്. അപ്പോൾ ഉത്തരവും ഗ്രാം വെയിറ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. എഫേർട്ട് ആം എന്ന് പറയുന്നത് എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ ലോഡ് ആം എന്ന് പറയുന്നത് എത്രയാണ്? 50. സോ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉത്തരം എത്ര കിട്ടും? 400 × 25 10,000. 10,000 ബൈ 50 നമുക്ക് എത്ര കിട്ടും? 200 എന്ന് കിട്ടും. അപ്പോൾ 200 ഗ്രാം വെയിറ്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ലോഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, എന്താണ് ഗ്രാം വെയിറ്റും മാസും? മാസും വെയിറ്റും നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൽ അടങ്ങിയിട്ടുള്ള മാറ്ററിൻ്റെ അളവാണ് എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ ഈ പറയുന്ന മാറ്ററിനെ നമ്മുടെ ഗ്രാവിറ്റി എത്ര ഫോഴ്സ് കൊടുത്ത് വലിക്കുന്നു, അല്ലെ, m×g, അതാണ് എന്തെന്ന് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെയിറ്റ് ഓൾറെഡി m×g എന്ന് പറയുന്ന വെയിറ്റ് ആണ് 400 തന്നിട്ടുള്ളത്. ആ വെയിറ്റ് ആണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പം അതിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് 200 ഗ്രാം വെയിറ്റ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് 200 ഗ്രാം. കാരണം ഗ്രാം വെയിറ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. 1 ഗ്രാം വെയിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 1 ഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്. അപ്പം 400 ഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 400 ഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 400 ഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്. അതെങ്ങനെ കിട്ടും? ഈ പറയുന്ന ഒബ്ജക്റ്റ് അവിടെ ഇരുന്നപ്പോൾ അവിടുത്തെ ഗുരുത്വാകർഷണത്തിൻ്റെ ആക്സിലറേഷനായ g കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ ചെയ്ത് കിട്ടുന്നതാണ് ഈ 400 ഗ്രാം വെയിറ്റ്. അപ്പോൾ 200 ഗ്രാം വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 200 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിൻ്റെ വെയിറ്റ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇത് വേറൊരു ലോജിക്കിൽ നിങ്ങൾക്ക് ആലോചിക്കുക. ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണ്. ആ ഒബ്ജക്റ്റ് ഇവിടെ ഒരേ സ്ഥലത്ത് ഇരിക്കുന്ന 2 ഒബ്ജക്റ്റുകളാണെങ്കിൽ അതിൻ്റെ മാസും അല്ലേ, നമുക്കതിനെ ഈ പറയുന്ന ഇപ്പം ഈ പോയിന്റിലും എന്ത് വ്യത്യാസം വരുന്നില്ല? ജിക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് തന്നെ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജി തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ. അപ്പോൾ വെയിറ്റിലൊന്നും മാറ്റം വരുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ള കിട്ടിയ ഗ്രാം വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് തന്നെയാണ് ഇവിടത്തെയും വെയിറ്റ്. അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് ഇത്രയാണെങ്കിൽ നമുക്ക് അതിന് തുല്യമായിട്ട് ഇവിടെ കിട്ടി 200 ആണെങ്കിൽ അത്രയും മാസാണ് ഇവിടെ കിട്ടിയത്. സോ ഇവിടെ ഉത്തരം വെയിറ്റ് 200 ഗ്രാം വെയിറ്റ്, അവിടുത്തെ മാസ് എന്ന് പറയുന്നത് 200 ഗ്രാം. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. 200 ഗ്രാം ഉള്ള വസ്തുവിൻ്റെ വെയിറ്റ് ആണ് 200 ഗ്രാം വെയിറ്റ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ കൺഫ്യൂഷൻ ഒഴിവാകും. എന്താണ് 1 ഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 ഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ 200 ഗ്രാം വെയിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 200 ഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്. അപ്പോൾ മാസ് എത്ര? 200. അത്രയും സിമ്പിളായിട്ട് ചിന്തിച്ചാൽ വേറെ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലിവർ ഇസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ? അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? എഫേർട്ട് ആം ബൈ ലോഡ് ആം. നിങ്ങളിത് കാണാതെ ഒന്ന് പഠിക്കാനാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ എഫേർട്ട് ആം എപ്പോഴും കൂടുതലും ലോഡ് ആം എപ്പോഴും കുറവായിരിക്കണം. അതായത് നമ്മൾ എപ്പോഴാണോ പറയുന്ന കേസ് ലോഡ് നടുക്ക് വരുന്നു, ഫൽക്രം ഒരു വശത്ത് വരുന്നു, എഫേർട്ട് മറ്റൊരു വശത്ത് വരുന്നു. സോ ഈ ദൂരം എന്ന് പറയുന്നത് എപ്പോഴും ഈ ദൂരത്തേക്കാൾ കുറവായിരിക്കും. അപ്പോൾ എഫേർട്ട് ആം എന്ന് പറയുന്നത് എപ്പോഴും വലുതായിരിക്കും. അപ്പോൾ ലോഡ് നടുക്ക് വരുന്ന കേസ് സെക്കൻഡ് ഓർഡർ ലിവർ ആണ് നമ്മുടെ എപ്പോഴും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാൾ കൂടുതൽ വരുന്നത്. അടുത്ത ഡ്രോ എ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ സെക്കൻഡ് ഓർഡർ ലിവർ, മാർക്ക് ദ ഫൽക്രം ലോഡ് ആൻഡ് എഫേർട്ട്. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് ലോഡ് എഫേർട്ട് ലോഡ് ഫൽക്രം. ഇങ്ങനെ വരുന്ന ഏതൊരു പിക്ചർ നിങ്ങൾ വരച്ചാലും അതെന്താണ്? അത്
ഈ പറയുന്ന സെക്കൻഡ് ഓർഡറിന്റെ സ്കീമാറ്റിക് ഡയഗ്രം ആണ്. ഓക്കെ, അടുത്ത് എക്സ്പ്ലെയിൻ വൈ ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഈസ് നെയ്തർ 1 nor ലെസ് ദാൻ 1. എന്തുകൊണ്ടാണ് ഇത് ഒന്നിനേക്കാൾ ചെറുതോ ആകാത്തെ? ബിക്കോസ് ഹിയർ ഓൾവേസ് ദ എഫേർട്ട് ആം ഈസ് ഗ്രേറ്റർ ദാൻ ദ ലോഡ് ആം. ബൈ എഫേർട്ട് ആം ഇസ് ഗ്രേറ്റർ ദാൻ ദ ലോഡ് ആം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഫോർമുല എന്താണ്? ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യം തന്നെ, എഫേർട്ട് ആം ബൈ ലോഡ് ആം. സോ ഇപ്പോൾ ഇവിടെ എപ്പോഴും എഫേർട്ട് ആം എന്ന് പറയുന്ന വലുതും ലോഡ് ആം ചെറുതുമായിരിക്കും. ഇപ്പം എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? ഒന്നിനേക്കാളും വലുത് ആയിരിക്കും. അതാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഹിയർ ദ എഫേർട്ട് ആം will be greater than load arm. So the mechanical advantage will always be greater than 1. ഇത് ഒന്നിന് ഈക്വൽ ആവുമോ? ഇല്ല, ഒരിക്കലും ഒന്നിന് ഈക്വൽ ആവില്ല. ഒന്നിന് ഈക്വൽ ആവണമെങ്കിൽ എഫേർട്ടും ലോഡ് ഒരിടത്തിരിക്കണം, എന്നാൽ പിന്നെ അത് വർക്ക് ആവത്തില്ല. അടുത്ത കേസ്, എ ലോഗ് ഓഫ് 5000 kilogram weight ഈസ് ലിഫ്റ്റഡ് ത്രൂ എ ഹൈറ്റ് ഓഫ് 2 meter ഓൺ എ ലോറി യൂസിങ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ 5000 കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു വസ്തു, അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5000 കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ 5000 കിലോഗ്രാം വെയിറ്റ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു? ലിഫ്റ്റഡ് ത്രൂ എ ഹൈറ്റ് ഓഫ് 2 meter. അതിന് നമ്മൾ 2 meter ഉയരത്തിലേക്ക് ലിഫ്റ്റ് ചെയ്തു. 2 meter ഉയരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ലിഫ്റ്റ് ചെയ്തു, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിച്ചിട്ടാണ്. എ ഫോഴ്സ് ഓഫ് 2000 Newton ഈസ് അപ്ലൈഡ്. അപ്പം നമ്മൾ ഇവിടോട്ട് കൊടുത്തതെന്ന് പറഞ്ഞത് എത്രയാണ്? 2000 Newton ഫോഴ്സ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? കൊടുത്തത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ യൂസ്ഡ്? അപ്പോൾ ഈ പറയുന്ന ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? L/h ആണ്, അല്ലെ? എന്താണ്? L/h ആണ്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് L ആണ്. ബാക്കി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ആദ്യം 2000 Newton ഫോഴ്സ്, അല്ലെ? അപ്പോൾ നമുക്ക് എഫേർട്ട് നമ്മൾ കൊടുത്താണല്ലോ ഈ പറഞ്ഞ 2000 Newton എന്ന് പറയുന്നത്, തന്നിട്ടുണ്ട്. അടുത്ത് ഹൈറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്? 2 meter എന്നാണ്. അടുത്ത് ലോഡ് തന്നിട്ടുണ്ട്, പക്ഷേ ലോഡ് നേരെ തന്നിട്ടില്ല. ലോഡ് 5000 കിലോഗ്രാം വെയിറ്റ് എന്നേ പറയുന്നു, അല്ലേ? കിലോഗ്രാം വെയിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ കേട്ടാ. 5000 കിലോഗ്രാം വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 5000 ഗ്രാം, അല്ലെ? 5000 കിലോഗ്രാം മാസാണ് അവിടെ ഉള്ളത്, അല്ലെ? അവിടെ ഉള്ള മാസ് എത്രയാണ്? 5000 കിലോഗ്രാം മാസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഫോഴ്സാണ്. നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് F ഈസ് ഈക്വൽ ടു എന്താണ്? ma ആണ്. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന മാസമായിട്ടുള്ള 5000-നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതോടെ തന്നിട്ടുണ്ട് കേട്ടോ, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50000 എന്ന് കിട്ടും. 50000 Newton ആണ് അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ്, അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് മാസേ തന്നിട്ടുള്ളൂ. നമുക്ക് അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ അത് നമ്മൾ ഇതിലോട്ട് മാറ്റണം. അപ്പോൾ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? ലോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 50000 Newton ആയിരിക്കും. 50000 Newton ആയിരിക്കും. പിന്നെ വേണ്ടത് എല്ലാം. ഇവ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുന്ന് എല്ലാം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ, അല്ലേ? അപ്പോൾ എല്ലുണ്ട്, സ്മോൾ എൽ ബൈ എന്താണ്? ഇ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ, ക്യാപിറ്റൽ എൽ എത്രയാണ്? ലോഡ് 50000, അല്ലെ? എത്രയാണ്? 50000 ഇൻറ്റു സ്മോൾ ഇൻറ്റു ഈ പറയുന്ന ഇവിടെ ഞാൻ എന്താ എഴുതി? ഇവിടെ ഞാൻ മിസ്റ്റേക്ക് വന്നു, അല്ലേ? ഇവിടെ H ആണ് എഴുതേണ്ടത്, അല്ലേ? H എത്രയാണ്? 2 ബൈ എഫേർട്ട് എത്രയാണ്? എഫേർട്ട് 2000. അപ്പം 0 3 0 വെട്ടി 2 വെട്ടി. അപ്പോൾ ഈ പറഞ്ഞ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 50 meter എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 50 meter. ഓക്കെ, എത്രയാണ്? 50 meter ലെങ്ത് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ്? ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ മാസിൻ്റെ അളവാണ്. നമ്മളതിനെ ഫോഴ്സിലോട്ട് മാറ്റണം. കാരണം കിലോഗ്രാം വെയിറ്റ് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഇത് ന്യൂട്ടൺ, ഇത് കിലോഗ്രാം വെയിറ്റ്. അപ്പോൾ കിലോഗ്രാം വെയിറ്റ് ന്യൂട്ടണിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ലോജിക്ക് ഉപയോഗിച്ചാലും മതി, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ സ്ക്രൂ? സ്ക്രൂവിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ത്രെഡ്, അല്ലെ? ലെങ്ത് ഓഫ് ദ ത്രെഡ് ബൈ പിച്ച് കണ്ടുപിടിച്ചാൽ മതി, അല്ലെ? ലെങ്ത് ഓഫ് ദ ത്രെഡ് ബൈ പിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് പഠിച്ച കാര്യമാണ്. ഡിസ്ക്രൈബ് ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ്, അല്ലെ? എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ പറയുന്ന ഒരു പെൻസിൽ എടുക്കും. ടെക്സ്റ്റ് ബുക്കിലുള്ള അത് എക്സ്പെരിമെൻറ്റ് എഴുതി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വീണ്ടും എഴുതുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളൊരു പേന എടുക്കുക, അതിലെന്ത് ചെയ്യുക? ഈ പറയുന്ന പേപ്പറിനെ ചുറ്റുക. അപ്പോൾ ഈ പറയുന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് പോയിന്റ്, അല്ലേ? നമ്മൾ ചുറ്റി കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? സെയിം പോയിന്റിലോട്ട് വരും. അതായത് നമ്മൾ ഇങ്ങനെ പേപ്പറിനെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ഒരു പോയിന്റും അടുത്ത് ചുറ്റി വരുമ്പോൾ കിട്ടുന്നൊരു പോയിന്റും ഉണ്ടാകും. ഈ പറയുന്ന ദൂരമായിരിക്കും ലെങ്ത്. ഇത് എന്തിന് തുല്യം? ഒരു വെഡ്ജിന് തുല്യം, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിന് തുല്യമാണ്, അല്ലേ? ഈ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നതാണ് പിച്ച് അഥവാ ഹൈറ്റിന് തുല്യമായിട്ട് കിട്ടുന്ന പോയിന്റ്. സോ ഇത് എടുക്കുമ്പോഴത്തേക്കും
ഇതായിരിക്കും. ഇതിന് നമ്മൾ ചുറ്റുമ്പോഴാണല്ലോ കിട്ടുന്നത്. സോ ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന വെഡ്ജിന് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിനിന് തുല്യമായിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യും, ഈ പറയുന്ന സംഭവം കിട്ടും. ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യം സിമ്പിളായിട്ട് എക്സ്പെരിമെൻറ്റ് എഴുതാൻ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ടൈപ്പ് ചോദ്യം പറയാൻ പറ്റത്തില്ല. അടുത്ത ചോദ്യം നോക്കിയേ. എ ലോഡ് ഓഫ് 1600 കിലോഗ്രാം വെയിറ്റ് സസ്പെൻഡ് ഫ്രം ദ ആക്സിൽ വിത്ത് എ ഡയമീറ്റർ ഓഫ് 6 മീറ്റർ. അതായത് ഈ പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1600 കിലോഗ്രാം വെയിറ്റ് ആണ്. 1600 കിലോഗ്രാം വെയിറ്റ് ആണ്. അത് നമ്മളൊരു ആക്സിൽ കൊടുത്തിട്ടുണ്ട്. ആക്സിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, അതായത് ഈ പറഞ്ഞ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് വുഡ് ബി ദ ഫോഴ്സ് അപ്ലൈഡ് ഇൻ ന്യൂട്ടൺ ടു ടേൺ എ 3 മീറ്റർ ലോങ് ലിവർ? അതായത് ഈ പറയുന്ന ഓൺ വൺ സൈഡ് അല്ലേ, അപ്പോൾ ഒരു സൈഡിലുള്ള 3 മീറ്റർ ലോങ് ആയിട്ടുള്ള, അതായത് ഈ പറഞ്ഞ റേഡിയസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എത്രയാണത്? 3 മീറ്റർ ആണ്. ഇതിനെ കറക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എന്ത് ചെയ്യണം? നമുക്ക് ഇവിടുത്തെ എഫേർട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. വാട്ട് ഷുഡ് ബി ദ ഫോഴ്സ് അപ്ലൈഡ് ഇൻ ന്യൂട്ടൺ ടു ടേൺ എ 3 മീറ്റർ ലോങ് ലിവർ ഓൺ ദ വൺ സൈഡ് ഓഫ് ദ ആക്സിൽ ടു ലിഫ്റ്റ് ദ ലോഡ്? ഇതാണ് കണ്ടുപിടിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് എഫേർട്ടാണ്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ പറയുന്ന ലോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ലോഡ് പക്ഷേ എന്താ തന്നിട്ടുള്ളത്? മാസിലാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ലോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600 എന്ന് പറയുന്ന ഇവിടുത്തെ മാസാണ്. അപ്പോൾ നമുക്കറിയാം F ഈസ് ഈക്വൽ ടു MA അല്ലേ. അപ്പോൾ F ഈസ് ഈക്വൽ ടു MA. അപ്പോൾ മാസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1600 ആണ്. അതിന് ആക്സിലറേഷൻ ബുക്കിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? ഒരു 0 കൂടെ കിട്ടും. ഇത്രയും ന്യൂട്ടൺ ആണ് നമ്മൾ ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് ഓഫ് ദ ആക്സിൽ സ്മോൾ r തന്നിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ്? ഡയമീറ്റർ 6 സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ. അപ്പോൾ റേഡിയസ് എന്ന് വെച്ചാൽ ഡയമീറ്ററിൻ്റെ പകുതി 6/2 സെൻറ്റിമീറ്റർ. പക്ഷെ നമുക്ക് വേണ്ടത് മീറ്ററിലല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 6/2 എന്ന് വെച്ചാൽ 3. ആ 3നെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.03 എന്ന് കിട്ടും. അത്രയും മീറ്ററാണ് റേഡിയസ്. അടുത്ത് ക്യാപിറ്റൽ R തന്നിട്ടുണ്ടോ? ഉണ്ട്. നേരെ തന്നില്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ കിടക്കുന്നു. എ 3 മീറ്റർ ലോങ് ലിവർ ഓൺ വൺ സൈഡ് ഓഫ് ദ ആക്സിൽ. ആക്സിലിൻ്റെ വൺ സൈഡിൽ 3 മീറ്റർ ലോങ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് ഇത് കിട്ടും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ടല്ലേ. നമ്മൾ സർക്കിൾ എന്ന് പറയുമ്പോൾ ഈ ആക്സിലുകൾ അല്ലേ നമ്മുടെ ലിവറിന് തുല്യമായിട്ട് വരുന്നൊരു സെൻറ്റൻസിൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 എന്ന് വെച്ചാൽ എത്രയാണ്? ഇവിടെ 3 മീറ്റർ. യൂണിറ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. സോ ഫോർമുല ഇതാണ്. L/E ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ R/r. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുക എന്താണ്? എഫേർട്ടാണ്. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാലോ. എഫേർട്ട് ബൈ ലോഡ് ഇസ് ഈക്വൽ ടു സ്മോൾ r/ക്യാപിറ്റൽ R. താഴത്തെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴുതി ശീലിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഞാനത് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കുക എഫേർട്ടാണ് അല്ലേ. അപ്പോൾ എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്മോൾ r/ക്യാപിറ്റൽ R ഇൻറ്റു L. സോ എഫേർട്ട് ഇസ് ഈക്വൽ ടു സ്മോൾ r എത്രയാണ്? സ്മോൾ r 0.03 ഇൻറ്റു ലോഡ് എത്രയാണ്? 1 എത്ര 0 3 ബൈ ക്യാപിറ്റൽ R എത്ര? 3 വെട്ടുമ്പോൾ 1 അല്ലേ. അപ്പോൾ എഫേർട്ട് ഇസ് ഈക്വൽ ടു എത്ര? 0.01 ഇൻറ്റു 1600. അപ്പോൾ അതിൽ നിന്ന് 2 സ്ഥാനം 2 പൂജ്യങ്ങൾ ക്യാൻസലായി പോകുമ്പോൾ നമുക്ക് 160 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ 160 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത്. എത്രയാണ്? 160 ന്യൂട്ടൺ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ ദ നെസസിറ്റി ഓഫ് ഗിയേഴ്സ് ഇൻ വെഹിക്കിൾസ്. അല്ലെ, ഗിയേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം ചില സമയത്ത് വണ്ടി അല്ലെ നമ്മൾ എഞ്ചിൻ എന്ന് പറയുന്നത് കറങ്ങുന്നത് എപ്പോഴും ഒരേ സ്പീഡിലായിരിക്കും. അപ്പോൾ എഞ്ചിൻ എപ്പോഴും കറങ്ങുന്നത് ഫാസ്റ്റിൽ ഒരേ സ്പീഡിലായിരിക്കും. പക്ഷെ നമുക്ക് സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ എഫേർട്ട് ഇത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എഞ്ചിൻ ചെറിയതിൽ നിന്ന് അല്ലേ നമ്മൾ വലുതിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും സ്പീഡ് കുറയുന്നു, പക്ഷേ ടോർക്ക് കൂടുന്നു. കയറ്റം കയറാനൊക്കെ ഇതാണ് ആവശ്യം. അടുത്ത് എഞ്ചിൻ്റെ ഈ പറയുന്ന ഫ്ലൈ വീലിൽ നിന്ന് ചെറിയ ഗീലിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും സ്പീഡ് കൂടുന്നു, ടോർക്ക് കുറയും. അപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ച് മാറാൻ വേണ്ടിയാണ് വണ്ടികളിൽ ഗിയർ കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ചോദ്യം. മാച്ച് ദ ഫോളോയിങ് ആണ്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. എ കോളം നോക്കിയേ. ലോഡ് ഈസ് ഓൾവേസ് മോർ ദാൻ ദ എഫേർട്ട്. എപ്പോഴും ലോഡ് കൂടുതലാവും എഫേർട്ടിനേക്കാളും അല്ലേ. ലോഡ് എഫേർട്ടിനേക്കാളും കൂടുതലാവും എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ എഫേർട്ട് കൊടുത്താൽ മതി, വലിയ ലോഡ് തൂക്കാൻ പറ്റും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 സെക്കൻഡ് ഓർഡറിൽ വരും. അപ്പോൾ ഇതെവിടെ വരും? കണ്ടോ, ലോഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 സെക്കൻഡ് ഓർഡറിൽ വരും. ലോഡ് ക്യാൻ ബി ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ 1 ഫസ്റ്റ് ഓർഡറിൽ ഇതാണ്. അപ്പോൾ ലോഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ എഫേർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതായിരിക്കും? ലോഡ് എന്ന് പറഞ്ഞ എഫേർട്ടിനേക്കാളും എപ്പോഴും കുറവായിരിക്കും. അതായത് എഫേർട്ട് നമ്മുടെ അധ്വാനം കൂടുതൽ തേർഡ് ഓർഡറിൽ. ഫൽക്രം കംസ് ഇൻ ബിറ്റ്വീൻ. ഫൽക്രം നടുക്ക് വരും, അത് ഫസ്റ്റ് ഓർഡർ തന്നെയാണ്. ഫൽക്രം നടുക്ക് വരുന്നത്. എഫേർട്ട് കംസ് ഇൻ ബിറ്റ്വീൻ. എഫേർട്ട് വരുന്നത് തേർഡ് ഓർഡറാണ്. ലോഡ് നടുക്ക് വരുന്നത് സെക്കൻഡ് ഓർഡർ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. അത് എപ്പോഴാണ്? തേർഡ് ഓർഡറാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഓൾവേസ് മോർ ദാൻ 1. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാളും കൂടുതൽ വരുന്നത് സെക്കൻഡിലാണ്.
മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ 1 ലെസ് ദാൻ 1 വരും ഫസ്റ്റ് ഓർഡർ. തീർന്നു. അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്കും നമ്മുടെ ലെറ്റസ് അസസ് ഭാഗത്തെ ചോദ്യങ്ങളും തീരുന്നു. അതോടെ നമ്മൾ ഈ വർഷത്തെ ഫുൾ ടോപ്പിക് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഫുൾ ടോപ്പിക് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങളുടെ ജോലിയാണ് പഠിക്കുക എന്നുള്ളത്. സോ ഇനി വരുന്ന ക്ലാസ്സുകളിൽ റിവിഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം.